ఏమిటి బండి ఎక్కడికి వెళ్తుంది? ఆ రేడియోకి వచ్చి తగ్గించుకోరా. మీరు ఎక్కడికి వెళ్ళాలి? ముచ్చుకుండనూరు బాగా. ఎక్కండి. నీ పేరేమిటి? ముత్తు ముత్తుకృష్ణన్. సొంతూరేది? ముచ్చుకుండనూరు. ఓ, అక్కడ తేవర గుళ్ళో రథోత్సవం ప్రసిద్ధి కదూ. అది ఎప్పుడు జరుగుతుంది? రేపు. మీరు ఇప్పుడు ఎక్కడి నుంచి వస్తున్నారు? కావాలా? వద్దు. இந்த மூடி எடுத்து போட்டு சொல்றா கொக்க. சந்துட்டி முத்துகிருஷ்ணன் இங்க வந்தாரா? பாட்டு சத்தம் கேக்குதெல்லாம் தெரியாதா? உள்ள இருக்காங்க போ. എന്താടാ കൊക്കെ? രണ്ടാളും വേഗം സ്ഥലം വിട്ടോ. എന്താടാ കാര്യം? നിങ്ങളെ തിരക്ക് പുലി ഇറങ്ങിയിട്ടുണ്ട്. പുലിയ? ആ, കാട്ടൂരാൻ മുതലാളി. കഞ്ചാവ് തോട്ടം കത്തിച്ചത് നിങ്ങളാണെന്ന് അയാൾ അറിഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ആദ്യം കിട്ടിയ ബസ്സിൽ ഇടിച്ചു കയറി പറന്നു വന്നതാ. എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് അയാളുടെ എത്തും. ചിങ്കടികളെയും കൂട്ടി ഇങ്ങ് എത്തുന്നതിന് മുമ്പ് വേഗം സ്ഥലം വിട്ടോ. ஆமாங்க, அதான் நல்லது. நீங்க இங்க சண்டை போட்டா என் கடையே நாசமா போயிடும். അയ്യോ, എത്തിപ്പോയി. ஐயோ, கடவுளே காப்பாத்து. വരട്ടടാ, അങ്ങനെ പേടിച്ചോടാൻ കാട്ടൂരൻ എന്താ കൊമ്പുണ്ടോ? അതേടാ, കാട്ടൂരൻ കൊമ്പണോ ജാതിയാ? കാണണോ? അതങ്ങ് കാഞ്ഞിരപ്പള്ളി കൊണ്ടുപോയി കാണിച്ചാ മതി. ഇത് സ്ഥലം വേറെയാ. ഇവിടെ കൊമ്പൂലിക്കാലുണ്ടല്ലോ, അരിഞ്ഞുകളയും. എന്നെ അറിയടാ, കാണട്ടെ. അച്ചായോ, വെറുതെ തടി കേടാക്കല്ലേ. ഈ മാഞ്ചിയം പ്ലാന്റേഷനും കോപ്പും എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കണമല്ലേ ഇത്? ദാ ഇത് കണ്ടോ, കലപ്പ പിടിക്കുന്ന കയ്യാ. ഇതുകൊണ്ടൊരെണ്ണം ഇട്ടു തന്നോണ്ടല്ലോ. എന്താടാ കുന്തം പിടിക്കാനൊക്കെ നോക്കിക്കുന്നേ? അടിച്ച് നേരത്തെ കുമാരെ. പുതിയ മലത്തികളെ പാന്നികളെ. മാനവും മര്യാദയായിട്ട് കൃഷി ചെയ്താ ഞങ്ങൾ കഴിയണേ. ഇന്ന് വരെ ഈ പഞ്ചായത്തിൽ പോലീസ് കയറാൻ ഇട കൊടുത്തിട്ടില്ല. കള്ളക്കഞ്ചാവ് നട്ട് നീയൊക്കെ അതിന് ശ്രമിച്ചാലുണ്ടല്ലോ, വച്ചേക്കില്ല ഞങ്ങള്. ആ പോ. മന്നിച്ചിടുങ്ക മുതലാളി, ഇവിടെ കിടന്ന് അടിച്ച് മുനിയാണ്ടിയുടെ ഷാപ്പ് പൊളിക്കരുത്. പാവം പുള്ള കുട്ടിക്കാരനാണ്. ചെവിയെന്ന് വിളിക്കോ. കാട്ടൂരാനോട് കളിച്ചവരാരും ഇതുവരെ മൂപ്പത്തി കൊയ്തിട്ടില്ല. അതെ, ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ കൂട്ടക്കുരുതി നടന്നേനെ. പൊക്കാം, 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 പൊക്കാം. എന്തിനാ കിടന്ന് അമരണേ? തണ്ണി തന്നെ വെച്ച് തന്നത് കുടിച്ചൂടെ? ഓ, അണ്ണൻ വന്ന് കൊഞ്ചിച്ചാലും കുടിക്കുള്ളായിരിക്കും. വാ. സായിപ്പുവാസം നിന്റെയൊക്കെ അപ്പൻ. പോടെ പോത്തുകളെ, കൺട്രോൾ തെറ്റിക്കുന്ന തോന്നണ.
ഇങ്ങോട്ട്. ശ്ശോ. വരെ. എന്നാടി മീനാക്ഷി ഒരു കശപിശ? ഇവറ്റകൾക്ക് ചില സമയത്ത് കുറുമ്പത്തിരി കൂടുതലാ. മുത്തുകൃഷ്ണ ഇതുവരെ വന്നില്ലേ? എത്തേണ്ട നേരം കഴിഞ്ഞല്ലോ. കാളേമാർക്ക് എന്തേലും പറ്റിയിട്ടുണ്ടോ ആവോ? പറ്റണത് കാളയന്മാർക്കല്ല, പിന്നെ ഈയിടെയായിട്ട് കുടി ഇത്തിരി കൂടണ്ടോന്നൊരു സംശയമുണ്ട്. മാമനോട് ആര് പറഞ്ഞു? എന്തിനാ പറയണേ? അവന്റെ ചെങ്ങാതി ഉണ്ടല്ലോ ചന്തൂട്ടി, അവൻ ആളൊരു വീപ്പയാ. ചന്തൂട്ടി അങ്ങനെ കുടിക്കൊന്നുമില്ല. അതിന് നീ എന്തിനത്ര ചൂടാവണേ? അല്ല, ചന്തൂട്ടി കുടിക്കില്ലാന്ന് നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അടുത്ത കൊല്ലം നടക്കോ മോളെ? എന്ത് കല്യാണേ. ഓ മാമ. അവിടെ വന്നേ. നിനക്ക് കൂട്ടുകിടക്കാൻ വീട്ടിൽ നിന്ന് ഒരു കുതിരേനെ പറഞ്ഞു വിട്ടുണ്ടായിരുന്നല്ലോ. എവിടെ? കുളിച്ചു കേറിയിട്ടില്ല. ഹൗ, വെള്ളം കണ്ടാ പിന്നെ അത് കുതിരയല്ല, തനി എരുമയാ. നീ ഒന്ന് വിളിച്ചേ അവളെ. വീട്ടിലൊരു 100 കൂട്ടം പണി കിടക്കണ്ട്. ചെമ്പകോ, ചെമ്പകോ, ചെമ്പകോ. എടി എരുമേ, നിന്റെ അപ്പം വിളിക്കണ്. ദേ, എന്നെ എരുമേന്ന് വിളിക്കരുതെന്ന് പല തടവ ചൊല്ലിയിരിക്കേ. ഞാൻ വിളിക്കും എരുമേ. വിടടി, ഇനി വിളിക്കോ? പാര്, നീ എന്റെ നാത്തനാവാനുള്ളതാ. ഇപ്പോഴും ഉടക്കുണ്ടാക്കണ്ട. വിടടി. ഇനി എന്നെ എരുമേന്ന് വിളിക്കില്ലാന്ന് തെക്കുമലത്തേവരെ പിടിച്ച് സത്യം ചെയ്താ വിടാം. ഞാനല്ല, നിന്റെ അപ്പനാ പറഞ്ഞേ നീ വെള്ളം കണ്ട എരുമയാണെന്ന്. ആ, എത്തിയില്ലോ. എവിടെയായിരുന്നു? മില്ലില് കരിമ്പ് കൊടുക്കാൻ പോയോ അതോ ആട്ടി പഞ്ചാര എടുക്കാൻ പോയോ? ഒന്നും പറയണ്ട എന്റെ മാമ. ആ നായ്ക്കമ്പട്ടി പള്ളത്തില് വെള്ളം പൊങ്ങിയിട്ട് കടക്കാൻ വൈകി. ആഹാ, ചങ്ങാതി ഉണ്ടല്ലോ. വള്ളത്തില് വെള്ളം പൊങ്ങി ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അയ്യോ, മാമൻ വിചാരിക്കുന്ന മാതിരി ഞങ്ങൾ കള്ളൊന്നും കുടിച്ചിട്ടില്ല. നമ്മൾ കള്ളു കുടിച്ചോ? കള്ളോ? നമ്മളോ? വേണ്ട വേണ്ട, ഞാനിതൊക്കെ അറിയുന്നുണ്ട്. ഈ വണ്ടിയും പൂട്ടി വരുമ്പോ ക്ഷീണം മാറ്റാൻ സ്വല്പം ലിക്കർ കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കൺട്രോള് വേണം, സെൽഫായിട്ടൊരു കൺട്രോള്. അല്ലാണ്ട് മൂരികളെ പോലെ മോന്താൻ നടന്നാലേ മൂഡ് കാണില്ല. ഇളിക്കണ്ട. ലിക്കർ കഴിക്കുന്നതിനുണ്ട് ഒരു സ്റ്റൈല്. അതൊക്കെ സായിപ്പിനെ കണ്ടു പഠിക്കണം. ഞാൻ മൂന്നാറിലെ ടീ എസ്റ്റേറ്റിലായിരുന്ന കാലത്ത്, ഞാൻ പറയുന്നത് കേക്ക്. ടീ എസ്റ്റേറ്റിലായിരുന്ന കാലത്ത് എന്റെ ബോസ് അലക്സാണ്ടർ ഡിപ്ലോമ. അയ്യോ വാസുവണ്ണ, ഉപദ്രവിക്കരുതേ. നിന്നോട് ഞാൻ ഇത് പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. സോറി. കൊക്കെ, നീ ഇറങ്ങുന്നില്ലേ? എങ്ങനെ ഇറങ്ങും? അതിനു മുമ്പ് സായിപ്പ് തോക്കെടുത്തില്ലേ? എടാ, കൺട്രോൾ വിട്ടുള്ള പേച്ചൊന്നും വേണ്ട, പറഞ്ഞില്ല എന്ന് വേണ്ടാട്ടോ. അയ്യോ സായിപ്പ, ഞാൻ തമാശ പേശിയതല്ലേ. കണ്ട പാടത്തും പറമ്പിലും കിടക്കണ കൊക്കിനും കാക്കരം പിടിച്ച് തോളത്ത് കയറ്റിയാലേ കടശിൽ ചെവി അടിച്ചിരുന്നു. ഞാൻ പറഞ്ഞേക്കാം. ഞാനുള്ളതുകൊണ്ട് രണ്ടുപേരും ജീവനോടെ എത്തി. ഇല്ലെങ്കിൽ അധികം വിസ്തരിക്കണ്ട. ഉള്ള സമയങ്ങളെ പോയി മരുന്നടി. അതല്ലേലും പാലം കടക്കോളോ അല്ലേ ഉള്ളൂ. നാരായണ. അല്ല, ചന്തുട്ടി ഇന്നിനി വടക്കും വീട്ടിലേക്ക് മടക്കയാത്രയുണ്ടോ? ഞാനിപ്പോ പോവും. പോകും. ഉച്ചയൂണ് കഴിയാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. നീയല്ലേ പറഞ്ഞത് കോഴിക്കറിയും കൂട്ടി ഉണ്ണണമെന്ന്? അപ്പൊ ഉച്ചക്ക് കോഴിണ്ടല്ലേ? അയ്യോ, എനിക്ക് എത്താൻ പറ്റില്ലല്ലോ. മാമന്റെ പങ്ക് കുതിരയുടെ അടുത്ത് അങ്ങ് കൊടുത്തയക്കാം. അതിനോട് വെള്ളത്തിലല്ലേ? വെള്ളത്തിലോ? ഈയിടെയായിട്ട് വെള്ളം കണ്ട അവൾക്ക് യാതൊരു കൺട്രോളും ഇല്ല. കുളി തന്നെ കുളി. അവളെ ഒന്ന് പിടിച്ചു കയറ്റാൻ വേണ്ടി ഞാൻ മീനുവിനെ വിട്ടേക്കാ. ഇതെന്താ ഇതുമല്ലേ ഹോണ്? അതിന്റെ കുട്ടൻസ് പറഞ്ഞുതരാം. അതെ, കരയന കുട്ടിക്ക് പാലുള്ളൂന്ന് കേട്ടിട്ടില്ലേ? കുട്ടിയുടെ കരച്ചില് കേട്ടില്ലെങ്കിൽ പാല് ഉയർത്താത്ത ചില പശുക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊനഷ്ട് വിദ്യ. നമ്മുടെ കറവപ്പണിക്ക് ഒരു ഹെൽപ്പുമായി, സൈക്കിളിന് ഒരു ഹോണുമായി. സമയം ഒരുപാടായല്ലോ, ഞാൻ പോട്ടെ. ആ കുതിര വന്നാ ഇവിടെ കിടന്ന് ചാടി കളിക്കാണ്ട് ഞാൻ വീട്ടിലേക്ക് പോകാൻ പറ. ആടിനെ തീറ്റാൻ കൊണ്ടുപോണ്ടതാ. വരുന്നടി. എന്നടി കണ്ണമ്മ, നിന്നെ ഗവനിക്കാതെ പോയോ അവള്? മന്നിച്ചി. കൊഞ്ചിച്ചോ. ചെല്ലം കൊടുത്ത് ഒക്കത്തിനും കുറുമ്പ് കൂടി. എന്താ ഇത്? വെള്ളത്തിൽ വീണു. വീണതോ ഈ കുതിര തള്ളിയിട്ടോ? അതെ. എന്ത് വന്നാലും ഉടനെ കുതിരയുടെ പുറത്ത് കയറിക്കോ. തോർത്ത്. ഞാൻ തോർത്തിക്കോളാം. ചെന്നീ നനഞ്ഞൊക്കെ മാറിയിട്.
പിന്നെ എന്റെ അപ്പം പോയോ? ഹോ, പോയേ. എന്താ ഒരു ശല്യം ഒഴിഞ്ഞ പോലെ? ഏയ് ഒന്നുമില്ല. പിന്നെ നിന്നോട് ഇവിടെ കിടന്ന് ചാടാതെ അങ്ങ് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ചെല്ലേ. ഓ എനിക്കറിയാം. ഓ സായിപ്പ് നിന്റെ അമ്മായപ്പനായ ശരിക്കും നീ കൺട്രോൾ പിടിക്കൂടാ. എന്തായാലും ഇയാളുടെ ആ ശകുനി അമ്മാവനേക്കാൾ ഭേദ. എടോ, അമ്മാവനാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, മരുമോനെ നിലയ്ക്ക് നിർത്താനും പഠിക്കണം. 1-2 രൂപയുടെ മുതലല്ല, ഇത്തവണ അമാര് കത്തിച്ച തോട്ടത്തിന് കുറഞ്ഞത് 75 ലക്ഷം രൂപയെങ്കിലും കിട്ടേണ്ടതായിരുന്നു. എന്റെ ചങ്ങിനെ അമാര് കത്ത് കയറ്റിയത്. അതും അതിന്റെ ഇരട്ടിയും ചന്തൂട്ടിയുടെ കയ്യിൽ നിന്ന് ഞാൻ മുതലാക്കി തരാം മുതലാളി. കിഴക്കാല ഓരത്തെ ആ കിണർ ഉൾപ്പെടെയുള്ള 150 ഏക്കർ മാത്രം മതിയല്ലോ ഈ നഷ്ടം മുഴുവൻ തീരാൻ. ഈ നാട്ടിലൊരു കിണർ കുഴിക്കാനുള്ള ചെലവെന്താന്ന് മുതലാളിക്ക് അറിയാലോ. താൻ ഈ 150 ഏക്കറിന്റെയും കിണറിന്റെയും കാര്യം പറയാൻ തുടങ്ങിയിട്ട് ഈ അടുത്തെങ്കിലും നടപ്പുള്ള കാര്യമാണോ? നടക്കും. എന്റെ മോള് സീതമ്മ പഠിപ്പ് കഴിഞ്ഞൊന്നും എത്തിക്കോട്ടെ. പിന്നെ ഈ ഭാർഗവമാടമ്പി ആരാണെന്ന് മുതലാളി കണ്ടോ? അവളെ കൊണ്ട് അവനെ വരച്ച വരയിൽ ഞാൻ നിർത്തിക്കും. താൻ കുറെ പുളുത്തിക്കും മുതലാളി. എടോ, തന്റെ മോള് സീതമ്മയെ ചന്തുട്ടി കൊണ്ട് കെട്ടിച്ച് വടക്കമ്പടിയിലെ രാജാവായി വിലസാന്നൊന്നും മോഹിക്കണ്ട. അതെന്താ മുതലാളി അങ്ങനെ പറഞ്ഞ്? അവൻ ആ മുത്തകൃഷ്ണന്റെ പെങ്ങ കച്ചാരവും കൊടുത്ത് നാളും കുറിപ്പിച്ചിട്ട് നടക്കുക. എന്ന് ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. കിളി പോലത്തെ ഒരു കിളിന്ത പെണ്ണ. തെക്കുമലത്തെ ഒരു ഉത്സവം കഴിഞ്ഞാ ചിലപ്പോ കല്യാണം നടക്കും. മുത്തകൃഷ്ണൻ ആരാ മോൻ? ഇല്ല, മുത്തുകൃഷ്ണന്റെ പെങ്ങൾ വടക്കംപെട്ടി തറവാട്ടിലെ കാലുകുത്തില്ല. ജീവനുണ്ടെങ്കിൽ ഭാർഗവൻ എന്ന് സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ചന്തൂട്ടി മനസ്സിലൊന്ന് ഉറപ്പിച്ചതാ. അണ്ണനോട് പറഞ്ഞോ? പറയാം, സമയാകട്ടെ. മതി തുടച്ചത്, വിരല് തേഞ്ഞു പോവും. അല്ല, കോഴിക്കറി നന്നായിട്ടുണ്ടെന്ന് പറയായിരുന്നു. ആണോടി? ആ എന്നാലൊരു ഡാൻസ് പറടി. എന്താ ഡാൻസ്? അയ്യേ ഡാൻസ് അല്ല, ഡാൻസ്. ഓ, സായിപ്പിന്റെ കുതിരയല്ലേ? ഇംഗ്ലീഷേ പറയൂ. ഒറ്റയ്ക്ക് എന്നെ കൈ കിട്ടും കേട്ടോ. എന്നെ അതിന് തെക്കുമല തേവരിങ്ങ അടിവാരം ഇറങ്ങി വരണം. ഉത്സവം കഴിയട്ടെ, നമുക്ക് കാണാം. നിന്നെ ഞാൻ കെട്ടുവെന്നാണോ? അയ്യടാ, ദേ വലിയ ജാട കാണിച്ചാലേ ഞാൻ എന്റെ പാട്ടിന് പോവും. പിന്നെ എന്റെ കാളക്കുട്ടൻ കിടന്ന് കരയരുത്. ഇതങ്ങനെ കരയണ കാളയല്ല മോളെ. ആകാശം ഇടിഞ്ഞു വീണാലും കൊമ്പി കുത്തി നിർത്തും. ഉറപ്പാണോ? എന്താ സംശയം? ദേ വടക്കും വെട്ടിൽ എനിക്ക് പറ്റിയൊരു മാപ്പിള കിട്ടുമോ? എന്റെ അമ്മാവന്റെ സിംഗടി എടുത്തിട്ടുണ്ട്. അവളെ മൂട്ടാ കാളയാ. ചപ്പാണി കുഞ്ഞമ്പൂ. ആശാനെ, എന്താടോ എന്നെ പിടിച്ചെവിടെയെങ്കിലും പൂട്ടിയിട്, അല്ലെങ്കിൽ ഞാൻ വല്ല കടുക്കുകയും ചെയ്തോളൂ. അതിനു വേണ്ടി ഇപ്പൊ ഇവിടെ എന്തുണ്ടായി? ആശാ സീതമ്മ എനിക്ക് മംഗലം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആ സായിപ്പ് വാസു. തരില്ല ആശാനെ. തരാടാ, നീ വാ. ഞാനല്ലേ നിനക്ക് വാക്ക് തന്നത്. എന്റെ മോളെ നിനക്കല്ലാതെ വേറെ ആർക്കും കൊടുക്കില്ല. എങ്കിൽ കൃത്യമായിട്ടൊരു നാളെ പറയും. മഴയും വെയിലും മാറട്ടടാ. മതി, അത് മതി. ഇനിയിപ്പോ അയാളുടെ മുഖത്തൊക്കെ 2 വാക്ക് പറയാല്ല. ആ പിന്നൊരു കാര്യം, നമ്മുടെ തെക്കുമലത്തേവരുടെ ഉത്സവത്തിന് മുത്തുകൃഷ്ണനൊപ്പം വണ്ടി പൂട്ടാൻ ആണായി പിറന്നവരാൾ ഈ 18 പെട്ടിയിലുമില്ലാന്ന്. ആ നായ്ക്കന്റെ കടയിരുന്നാൽ വീമ്പളക്കണേ. വേറെ ആരൊക്കെ ഉണ്ടോ അവിടെ? തെക്കും പട്ടിക്കാരും വടക്കും പട്ടിക്കാരുമായിട്ടൊരു കൂട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ചന്തൂട്ടി മേലാണ്. അവൻ മറുപടി ഒന്നും പറഞ്ഞില്ലേ? ഇല്ലെന്ന് എല്ലാം കേട്ട് ഇടിച്ചോണ്ട് നിൽക്കാണ്. എനിക്കങ്ങ് ചൊറഞ്ഞേറി വന്നതാ. പിന്നെ സീതമ്മേനോർത്താ ഞാൻ നടങ്ങിയത്. കുഞ്ഞമ്പൂ, തേടിയ വള്ളിയാടാ കാലെ ചുറ്റിയേക്കണത്. വള്ളിയാ? കാലിൽ വള്ളിയൊന്നും. അതൊക്കെ ഉണ്ട്, നീ വാ. വടക്കുംപെട്ടി, കിഴക്കുംപെട്ടി, മുരിക്കുംപെട്ടി, കരിക്കുംപെട്ടി, ഈ എല്ലാ വെട്ടിയും കൂടി കൂടിയാലും തെക്കുംപെട്ടിയിലെ മുത്തുകൃഷ്ണൻ വണ്ടി കൂട്ടിയ 7 അയൽപക്കത്ത് വരില്ല. അത്രയ്ക്കങ്ങ് വേണ്ട സായിപ്പേ. വടക്കും പെട്ടിന്ന് ഞങ്ങളുടെ ചന്തൂട്ടി വണ്ടി കൂട്ടിയാലേ മുത്തുകൃഷ്ണന്റെ പൊടി പോലും കാണില്ല. പന്തയം വെക്കാനുണ്ടോ? വയ്ക്കാം. വേണ്ട മാമ, എന്റെ പേര് വെറുതെ പന്തയൊന്നും വെക്കണ്ട. ചന്തൂട്ടി, ഇത് വടക്കും പെട്ടിക്കാരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. കൊമ്പ് കുത്തിയാലേ അവന്മാരെ കഴുത്തിൽ നോങ്കേറ്റും. എന്താ മാമനും മരുമോനും കൂടി ഒരു കുശുകുശുപ്പ്? തറവാട്ടിൽ പിറന്ന് തള്ളയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ വാ തുറന്ന് പറയടാ, പന്തയം വെക്കാനുണ്ടോ? ഞങ്ങൾ തയ്യാർ. മുത്തുകൃഷ്ണന്റെ കാളയന്മാരോടൊപ്പം ഓടിയാ വടക്കം വെട്ടിക്കാരുടെ കാളയന്മാരെ ഇത്തിരി കിതയ്ക്കും. ഓർത്തിട്ട് പറഞ്ഞാ മതി. കിതക്കണത് ആരാന്ന് നമുക്ക് കാണാം. ആ കാണാം. 101 റുപ്യ പന്തയം. 501 റുപ്യ പന്തയം. ഉറപ്പാണോ? யோ பெருசு, எங்க வாத்தியார் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரிதான். ஜாக்கிரதை, எடுக்கடா. நல்ல காலம் பிறக்க போகுதம்மா, நல்ல காலம் பிறக்க போகுது. மார்கழி வரப்போகுதம்மா, மாப்பிள வரப்போகுது. மகராசி ஆயிரம்மா, மனம் போல மாங்கல்யம் வரப்போகுது.
എന്നാ കനവ് കണ്ടിരിക്ക? നീ അറിഞ്ഞോ ഉത്സവത്തിന് വടക്കുംപെട്ടിന്ന് വണ്ടി പൂട്ടുന്നത് ആരാന്നറിയോ? ആരാ? ചന്തൂട്ടി. ആ അപ്പനെ പറഞ്ഞത് നിന്റെ അണ്ണനെ തോൽപ്പിക്കുമെന്ന് പന്തയം കെട്ടിയിരിക്കത്രേ. ഏയ് മുത്തുകൃഷ്ണനോട് പോരടിച്ച കെട്ടിവെച്ച കാശ് പോകുമെന്ന് പറഞ്ഞേക്ക് നിന്റെ ചന്തൂട്ടിയോട്. അയ്യോ ആടുകളെ മേട്ടിൽ വിട്ടിട്ടാ വന്നിരിക്കണേ. ഞാൻ പോട്ടെ. ഒക്കെ ആ ഭാർഗവൻ മാടമ്പിയുടെ കൊനഷ്ടം. മുത്തോടനോട് അയാൾക്ക് എന്താ ഇത്ര വൈരാഗ്യം? പണ്ട് നാട്ടുകൂട്ടം കൂട്ടി തലമൊട്ടയടിച്ച് തെക്കുംപെട്ടിന്ന് നാട് കടത്തിയതിന്റെ ദേഷ്യമായിരിക്കും. പെമ്പിള്ളേരെ പഴപ്പിച്ചാ പിന്നെ നാട് കിടത്താതെ പൂട്ട് തൊടോ? അത് നാട്ടു കിടപ്പല്ലേ? പക്ഷെ അന്ന് സാക്ഷി പറഞ്ഞത് ഞാനാണല്ലോ, അതിന്റെ പകയായിരിക്കും. അണ്ണാ എന്നമ്മാ അണ്ണാ വടക്കുംപെട്ടിന്ന് വണ്ടി പൂട്ടുന്നത് ചന്തൂട്ടിയാണല്ലേ? അറിഞ്ഞോ? അതിനെന്താ, പൂട്ടട്ടെ. എനിക്കെന്തോ പേടിയാവണോ? നീ എന്തിനാ വെറുതെ പേടിക്കണേ? നമ്മുടെ മണിയനും വേലപ്പനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരുത്തന്റെ വണ്ടി മുമ്പിൽ കയറൂല. അല്ലേടാ മക്കളെ? എന്നാ പിന്നെ വണ്ടി ഞാൻ പൂട്ടാം. പൂട്ടാം പൂട്ടാം. ഓ ചന്തൂട്ടി ഉണ്ടോ? അവൻ കിടന്നു. നല്ലോണം ഇരിക്കുന്ന ചങ്ങാതികൾ തമ്മിൽ പോര് കുറിപ്പിച്ചിട്ട് എന്ത് നേടാനാ? എന്നെ ഓർത്തിട്ടാ ഇവിടെ കയറി കിടക്കാൻ അവൻ സമ്മതിച്ചത്. നമ്മുടെ മോളെ പട്ടണത്തിൽ വിട്ട് പഠിപ്പിക്കണത് ഇതൊക്കെ ഇല്ലാണ്ടാക്കാനാ പുറപ്പാട്. നിന്റെ തറവാട്ടി വന്ന് കിടക്കണമെന്ന് കരുതി എന്നെ ഭരിക്കാൻ മാത്രം നീ ആയിട്ടില്ല. ഭരിച്ചതല്ല, ഇനിയെങ്കിലും കുരുട്ടുബുദ്ധി കാണിക്കില്ലെന്ന് പറഞ്ഞതാ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഉപദേശിക്കാൻ വന്നാലുണ്ടല്ലോ നാവരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. കഴിവറുടെ മോളെ. നന്നായി പോയി. തല ഇരിക്കുമ്പോ വാലാട്ടിയാൽ ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലും ഒരു ഗുണം കാണാതെ എന്റെ മോൻ ഭാർഗവൻ ഒരു കളിയും കളിക്കത്തില്ല. ആ ഉത്സവം കഴിയുമ്പോ നീ കണ്ടോ?